എഞ്ചിനിൽ തീ കണ്ടെത്തിയതിനെ തുടർന്ന് ബംഗളൂരുവിൽ അടിയന്തരമായി തിരിച്ചിറക്കിയ ബംഗളൂരു കൊച്ചി വിമാനത്തിലെ യാത്രക്കാർ തിരികെ കൊച്ചിയിലെത്തി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമായിരുന്നു തിരുച്ചിറപ്പള്ളിയിൽ അടിയന്തരമായി ഇറക്കിയത്. വിമാനത്തിലെ 179 യാത്രക്കാരിൽ 175 പേരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. ഇന്നലെ രാത്രി 11:15 ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എഞ്ചിനിൽ തീ പടർന്നത്. തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയായിരുന്നു. പിന്നീട് 12 മണിക്കൂറുകൾക്ക് ശേഷമാണ് യാത്രക്കാരെ കൊച്ചിയിലെത്തിച്ചത്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയതെന്നും വിമാനം പൊട്ടിത്തെറിക്കുമോ എന്ന് പോലും ഭയപ്പെട്ടിരുന്നതായും യാത്രക്കാർ പറഞ്ഞു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു, അപ്പൊ തന്നെ എഞ്ചിനിൽ ഫയറായി. എത്ര മിനിറ്റ് കഴിഞ്ഞപ്പോ? 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ടോപ്പിൽ എത്തിച്ചു. അവരൊരു റൗണ്ട് ഇറക്കി, പെട്ടെന്ന് അതിനെ ഇറക്കി. അത് കഴിഞ്ഞ് യൂഷ്വൽ ഫയർ എഞ്ചിൻ വന്നു കെട്ടു. നമ്മൾ ഫയർ ബ്രിഗേഡ് ക്രമീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന്, ഒപ്പം തന്നെ ഗ്രേസ് ഓഫ് ഗോഡ് ഉണ്ട്. ഫയർ ബ്രിഗേഡ് അവർ ബാംഗ്ലൂർ എയർപോർട്ടിൽ പ്രത്യേകം സഹകരിച്ചു. പിന്നെ നമുക്ക് വെച്ചാൽ അവിടെ എല്ലാവരും പാനിക്കായി. പിന്നെ എമർജൻസി വിൻഡോ ഓപ്പൺ ചെയ്യാൻ ആർക്കും അറിയില്ല. പിന്നെ കുട്ടികളുണ്ടായിരുന്നു, എൽഡേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ ഇതൊക്കെ പറ്റിയത് ഇതന്നെ, തിരക്കിൽ പെട്ടിട്ട് പറ്റിയതാണ്. എല്ലാവർക്കും കൊച്ചുങ്ങളും ഒക്കെ വളരെ ബുദ്ധിമുട്ടി. ഇവാക്വേഷനും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. ഓൺ ദ സ്പോട്ടിൽ ഇവാക്വേഷൻ ചെയ്തു. ജസ്റ്റ് ഞങ്ങൾ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടാണ്. ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന, ആരും പ്രതീക്ഷിച്ചില്ല. തീ ശ്രദ്ധയിൽപ്പെട്ടയുടൻ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയതാണ് വൻ അപകടം ഒഴിവാക്കിയത്. എന്നാൽ ആവശ്യമായ സൗകര്യങ്ങൾ ബംഗളൂരു വിമാനത്താവളത്തിൽ ലഭിച്ചില്ലെന്നും ഒടുവിൽ സമ്മർദ്ദം ചെലുത്തിയാണ് സൗകര്യങ്ങൾ ഒരുക്കിയതെന്നും യാത്രക്കാർ പറഞ്ഞു. അതേസമയം യാത്രക്കാരിൽ പലർക്കും ലഗേജുകൾ എയർ ഇന്ത്യ ലഭ്യമാക്കിയിട്ടില്ല. അവ കിട്ടുന്ന മുറയ്ക്ക് യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. ജനം, കൊച്ചി.